ഒരു രാജ്യത്തിന് തനിയെ ഈ ലോകത്ത് ജീവിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ നിലനിൽക്കാൻ പറ്റുമോ? ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു രാജ്യത്തിന് മാത്രമായിട്ട് മറ്റൊരു രാജ്യത്തെ ആശ്രയിക്കാതെ ജീവിക്കാനായിട്ട്, നിലനിൽക്കാനായിട്ട് സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇൻ്റർനെറ്റ് തന്നെ അമേരിക്ക പോലെയുള്ള ഗ്രൂപ്പ് രാജ്യങ്ങൾ നടത്തുന്ന ഒരു സംവിധാനമാണ്. ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ ഈ സംവിധാനം നിങ്ങൾക്ക് ആ രാജ്യത്തിന് കിട്ടുകയില്ല. അതുപോലെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ആ രാജ്യത്ത് ഉണ്ടെങ്കിൽ അത് മാത്രം വാഹന ഗതാഗതത്തിന് പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ മറ്റുള്ള സാധനങ്ങൾ കിട്ടാനായിട്ട് വളരെ മെനക്കെടേണ്ടി വരും. അതുപോലെ പല സാധനങ്ങളും മറ്റു രാജ്യങ്ങളായിട്ട് ആശ്രയിക്കാതെ ജീവിക്കാനായിട്ട് ഒരു രാജ്യത്തിനും പറ്റില്ല. പ്രത്യേകിച്ച് യുറേനിയം, ഇപ്പോൾ ഒരു ഇലക്ട്രിക്കൽ യൂണിറ്റ് ഉണ്ടാക്കണമെങ്കിൽ അത് ഇപ്പോൾ മറ്റേ ആറ്റമിക് എനർജിയാണല്ലോ യൂസ് ചെയ്യുന്നത് പല രാജ്യങ്ങളും. അപ്പോൾ ആറ്റമിക് എനർജിയിൽ യൂസ് ചെയ്യുന്ന യുറേനിയം റോഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഓസ്ട്രേലിയയിൽ നിന്നാണ് യുറേനിയം റോഡ് വരുന്നത്. ഉള്ള കരാറുണ്ടെങ്കിലേ നടക്കുള്ളൂ. അതുപോലെ ഈ വിമാനത്തിന് ഉപയോഗിക്കുന്ന പങ്ക, അതായത് അതിൻ്റെ കോപ്റ്റർ, അതും കിട്ടുന്നത് വിദേശത്തു നിന്നാണ്. ഇങ്ങനെ പല കാര്യങ്ങളും വിദേശികളെ ആശ്രയിക്കാതെ ജീവിക്കാനായിട്ട് പറ്റില്ല. അതായത് മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കാതെ ജീവിക്കാനായിട്ട് പറ്റില്ല. ഒരു രാജ്യത്തിന് സ്വന്തമായിട്ട് ജീവിക്കാൻ പറ്റില്ല, നിലനിൽക്കാൻ പറ്റില്ല. ഇവരുടെ ഉൽപ്പന്നങ്ങൾ ചിലവാകണ്ടേ, എവിടെയെങ്കിലും ചിലവാകണമെന്നുണ്ടെങ്കിൽ പല രാജ്യങ്ങളായിട്ട് കരാറിൽ ഏർപ്പെടേണ്ടി വരും. അപ്പോൾ ഇതുപോലത്തെ ചിന്തകൾ വെച്ച് ഏതെങ്കിലും രാജ്യം നീങ്ങുകയാണെങ്കിൽ അവർക്ക് അധോപതനം എന്നല്ലാണ്ട് വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ അതിനാലേ ഒരു രാജ്യമായിട്ട് ശണ്ട കൂടുന്നത് മറ്റുള്ള രാജ്യങ്ങൾക്കും ഒക്കെ ഭീഷണിയായിട്ട് വരികയും ചെയ്യും, അവർക്ക് നിലനിൽപ്പിന് പ്രശ്നമായിട്ട് വരികയും ചെയ്യും.